Hello, welcome to this program. I just say about a booklet I have with me. ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റിൽ എന്തൊന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. ദൈവത്തെ അറിയുന്നത് എങ്ങനെ? അബ്രഹാം തൻ്റെ അനുസരണത്തിലും കീഴ്പ്പെടലിലും കൂടി ദൈവത്തിൻ്റെ സുഹൃത്തായി തീർന്നതുപോലെ തന്നെ നിങ്ങൾക്കും അവിടുത്തെ മഹാകൃപയും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നതിന് ഇടയായി തീരും. അബ്രഹാമിന് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ തന്നെ നമ്മൾക്കും അനുഗ്രഹം പ്രാപിക്കാമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. സത്യവാനാകിയ ഏക ദൈവം യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവം യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന്. ഞാൻ യഹോവ, അതുകൊണ്ട് അത് തന്നെ എൻ്റെ നാമം. അവൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാവുന്ന യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷയുമില്ല. സകല ഭൂസീമാവാസികളുമുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. യേശു അല്ലാതെ യഹോവ അല്ലാതെ ദൈവം വേറെ ഇല്ല. ജീവിതത്തിലെ പരമപ്രധാന കാര്യം ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ച് അറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തോട് വേർപെട്ടുള്ള ജീവിതം അപകടകരം. ദൈവത്തോടുള്ള ജീവിതം വിട്ടിട്ട് വേറെ എവിടെ ജീവിക്കുകയാണെങ്കിൽ അത് അപകടകരം എന്നാണ് പറയുന്നത്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അത് ആരാഞ്ഞറിഞ്ഞവൻ ആര്? നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നെങ്കിലും അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. പാപം ചെയ്ത് ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുകയും ഏൽപ്പിക്കുകയും കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുന്നതിനും അറിയുന്നുവല്ലോ. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാരുടെ വിരോധിയുമായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വിരോധമായിരിക്കും. ഞാൻ ഈ ബുക്ക്ലെറ്റ് വായിക്കുകയാണ്. യഹോവയെക്കുറിച്ച് അറിയുന്നത് എങ്ങനെ എന്ന ബുക്ക്ലെറ്റ്. യേശുവിനെക്കുറിച്ച് അറിയുന്നത് എങ്ങനെ, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ബുക്ക്ലെറ്റ്. അത് ഞാനിങ്ങനെ വായിച്ച് കാണിച്ചു. അതുപോലെ നിങ്ങളും ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പറയുകയാണ്. ദൈവത്തെ അറിയുന്നതിന് അവനെ അന്വേഷിക്കേണ്ടതാവുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവയെ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾ തുറക്കും. തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നതിനും യഹോവ നല്ലവൻ. ഭൂതലത്തിൽ എങ്ങും കൂടെ ഇരിക്കുവാൻ അവൻ മറ്റൊരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമെന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അങ്ങനെ യേശുവിനെ നാം അനുഗമിക്കാം. ആമീൻ, ആമീൻ, ആമീൻ.